ഇച്ചിരിയും കൂടെ ഒരു ബൾക്കിയർ ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഇതിവിടെ ഉള്ളത്. സത്യം പറഞ്ഞാൽ വലിയ ഗുണമൊന്നും ഫസ്റ്റ് സർവീസിന് കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ കൂടെ വരുന്ന പില്ലാണ് അത്യാവശ്യം കംഫർട്ടബിളാണ്. ഹായ്, ഇപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ വണ്ടിയുടെ റിവ്യൂ ആണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു വണ്ടിയുടെ. അപ്പോൾ ഫസ്റ്റ് സർവീസ് വരെ ഇപ്പം 2000 കിലോമീറ്റർ കംപ്ലീറ്റ് ആയി വണ്ടി. 2000 ആയിട്ടുള്ളൂ, റിവ്യൂ പറയാനുള്ള ഇതാലും ആയിട്ടില്ല. എന്നാലും നമ്മൾ വണ്ടി എടുത്തിട്ട് ഇത്രയും നാളുണ്ടായാലും നമുക്കുണ്ടായ നെഗറ്റീവ്സും പോസിറ്റീവ്സൊക്കെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. അപ്പം ഫസ്റ്റ് നമുക്ക് പോസിറ്റീവ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫസ്റ്റ് പോസിറ്റീവ് ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്, ഈ ഹൈറ്റ് തന്നെയാണ് വണ്ടിയുടെ. എവിടെ വേണമെങ്കിലും കയറി പോകാൻ പറ്റുന്നുണ്ട്, എങ്ങനെ വേണമെങ്കിലും എടുക്കാൻ പറ്റുന്നുണ്ട്, എങ്ങനെ വേണമെങ്കിൽ കയറി ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട്. അത്രേ പറയാനുള്ളൂ. സിംപ്ലി മീൻസ് ഒരു കട്ടി ഓഫ് റോഡ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് സിറ്റി യൂസ് ആണെങ്കിലും ലോങ് പോകാനാണെങ്കിലും അത്യാവശ്യം ചെറിയ ട്രക്കിംഗ് ഒക്കെ ആണെങ്കിലും ഈ വണ്ടി കൊണ്ട് പറ്റും. ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും പറയേണ്ട ആവശ്യം ഞാൻ പറയുന്നതാണ് പോസിറ്റീവ് എന്നുള്ള രീതിയിൽ. പിന്നെ വണ്ടിയുടെ ഈ ഡിസൈൻ നമുക്കറിയാം, പഴയ എക്സ്പൾസ് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഇച്ചിരിയും കൂടെ ഒരു ബൾക്കിയർ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. പഴയ ഇച്ചിരി ലീനായിരുന്നു. അപ്പം എന്താ പറഞ്ഞൊരു കംഫർട്ട് കുറവായിരുന്നു. ഈ സീറ്റ്സ് ആണെങ്കിലും കംഫർട്ടുണ്ട് അത്യാവശ്യം. അപ്പം അതാണൊരു വേറൊരു പോസിറ്റീവ്. ഇവിടെ നെഗറ്റീവ്സ് പറയുവാണെങ്കിൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഈ വിൻഷീൽഡാണ്. ഇതിവിടെ ഉള്ളത് സത്യം പറഞ്ഞാൽ വലിയ ഗുണമൊന്നുമില്ല. കാരണം എന്തൊക്കെയാണെങ്കിലും കാറ്റടിച്ച് മുഖത്ത് തന്നെ കയറുന്നുണ്ട്. അതുകൊണ്ട് ഇത് എനിക്ക് വലിയ ഗുണമില്ല. എൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എനിക്കിത് വലിയ ഉപകാരമില്ലാത്തൊരു സാധനമാണിത്. അടുത്ത കാര്യം പറയണതിന് വണ്ടി കയറിയിരുന്നോണ്ട് പറയാം. ഈ ക്ലസ്റ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ 2174 കിലോമീറ്ററായി. ഇവിടെ ഒരു നമുക്ക് സ്വിച്ച് കൺട്രോൾസൊക്കെ തന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ പാട്ടൊക്കെ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇത് ട്രിപ്പ് 2 നാവിഗേഷൻ. ഇതിൽ നാവിഗേഷൻ വേറെ ആപ്ലിക്കേഷനുണ്ട് മൈ ഹീറോ ആപ്പിൽ. അതുവഴി കണക്ട് ചെയ്താൽ മാത്രമേ നാവിഗേഷൻ കാണിക്കുള്ളൂ. അതിൽ മാപ്പ് സെറ്റ് ചെയ്യണം. പിന്നെ പാട്ടാണെങ്കിലും നമുക്കിവിടെ പ്ലേ ബട്ടൺ പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്കിപ്പ് ചെയ്യാനും. ഇപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അപ്പാരോ നിൽക്കണം. അങ്ങനെ അതൊക്കെ നല്ലൊരു രീതിയിലാണ് ചെയ്തേക്കണത്. ഇപ്പം എല്ലാം അറിയാൻ പറ്റും. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഹീറോയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവാണ് ഇവരുടെ സർവീസ്. അപ്പോൾ ആക്ച്വലി ഫസ്റ്റ് സർവീസിന് ബാറ്ററി കളയേണ്ട ഒത്തിരി. ഫസ്റ്റ് സർവീസിന് നല്ല വ്യൂ അല്ലേ ഇത്, കൊള്ളാമല്ലേ? അപ്പം ഫസ്റ്റ് സർവീസിന് ഞാൻ കയറ്റി. ഇപ്പോൾ ഫസ്റ്റ് സർവീസിന് കയറ്റിയപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എനിക്ക് ഇവിടെ നിന്നായിട്ട് ഇങ്ങനെ ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ ഒരു ടിക് ടിക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞ പോലെ തന്നെ ഈ വയേഴ്സൊക്കെ എക്സ്പോസ്ഡായി കിടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. പിന്നെ എനിക്ക് വണ്ടി കിട്ടിയപ്പോൾ ഇവിടെ പെയിൻറ്റ് ഇല്ലാതെയാണ് കിട്ടിയത്, തുരുമ്പ് അടിച്ചിട്ട്. അപ്പോൾ ഞാൻ ആ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ സർവീസുകാരോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ സത്യം പറഞ്ഞാൽ ഞാനോർത്തതെല്ലാം സെറ്റാക്കി തരുമെന്ന്. പക്ഷെ അവർ വണ്ടി സർവീസിന് തരാൻ നേരത്ത് ഞാൻ ഈ സൗണ്ട് കൊടുത്ത അവന്മാർ ഡിസ്റെസ്പെക്റ്റ്ഫുള്ളാണ്. എന്നാലും അവർ പറഞ്ഞു ഇത് വയറിൻ്റെ സൗണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ അതായത് വയറിൻ്റെ സൗണ്ട് കാരണമാണ് അത് കേൾക്കണം, അത് കുഴപ്പമില്ല ബ്രോ ലീവ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ വയേഴ്സ് എക്സ്പോസ് ആയി കിടക്കുന്ന അതും പറഞ്ഞു, അത് കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതവിടെ സ്റ്റോക്കില്ലെന്ന് പറഞ്ഞിട്ട് സ്പ്രേ പെയിൻറ്റ് ചെയ്താണ് തന്നത്. അത് പിന്നെ ഓക്കെ, അവർ അറ്റ്ലീസ്റ്റ് അത് സ്പ്രേ പെയിൻറ്റിങ്ങിൽ ചെയ്ത് തന്നു. പക്ഷേ ഞാൻ വീട്ടിൽ പോയിട്ട് ഈ സൗണ്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഈ സൗണ്ട് അത്ര ഇതായിട്ട് തോന്നുന്നില്ല. കാരണം അവർ പറഞ്ഞാൽ വയറിൻ്റെ ഞാൻ തോന്നുന്നില്ല. അപ്പം ഞാൻ ലാസ്റ്റ് തപ്പിപ്പിടിച്ച് വന്നപ്പോഴേക്കും ഈ ബോൾട്ടിൽ ഇവിടെ നിന്നാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. അപ്പം ഞാൻ രണ്ടാമത് അവരുടെ സർവീസ് സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഓക്കെ അപ്പോഴും അവർ പറഞ്ഞത് എല്ലാ വണ്ടികൾക്കും ഉണ്ടെന്നാണ്. ഞാനിപ്പോൾ അവിടെ വെച്ചിരുന്ന 2-3 വണ്ടികൾ നോക്കിയിട്ട് അതിലാകെ 1 വണ്ടിക്കോ 2 വണ്ടിക്കോ മാത്രമേ ഉള്ളൂ ഈ സൗണ്ട്. ബാക്കി ഒന്നിനും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് പറയിച്ച് അവരത് റെഡിയാക്കി തന്നു. അങ്ങനെയാണ്. മീൻസ് എനിക്ക് തോന്നുന്നു അവരത്ര എഫേർട്ട് ഇടുന്നില്ല നമ്മുടെ സർവീസ് നമ്മൾ പറയുന്നതിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ടെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഞാൻ പേഴ്സണലി പറയുന്നതാണ്.
ഓക്കെ. പിന്നെ ഈ നട്ട് മുറുക്കി തന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വണ്ടിക്ക് റൈറ്റിലോട്ടൊരു ചരിവ് ഉണ്ടായി. പിന്നെ അത് ഞാൻ അങ്ങനെ പിന്നെ കൊണ്ടുപോകാൻ പോയില്ല, കാരണം പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കൊണ്ടുപോകാൻ പോയില്ല. പിന്നെ വണ്ടിയുടെ കാര്യത്തിൽ വണ്ടി ഇങ്ങനെ ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞു പഴയ എക്സ്പൾസ് ഞാൻ ഓടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ടൊരു വണ്ടിയും, പിന്നെ എൻജിൻ സൈഡിൽ നിന്ന് വരാണ് ഒരു ഇഷ്യൂ ഉണ്ട്. 4th ഗിയറിൽ എനിക്ക് എന്തോ ഒരു പവർ ഡ്രോപ്പോ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആ ഒരു പവർ കയറി വന്നു കഴിയുമ്പോൾ 4th വെച്ചിട്ട് അത് അങ്ങോട്ട് കിട്ടുന്നില്ല. എന്തോ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ വണ്ടിയുടെ മാത്രം പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ഞാനതങ്ങനെ ഒരു നെഗറ്റീവായിട്ട് പറയണില്ല. അടുത്ത സർവീസിൽ കാണിക്കാതിരിക്കുവാണ്. ഇനി അതിൻ്റെ അവസ്ഥ എന്താവണം എന്താണെന്ന് അറിയില്ല. പിന്നെ വണ്ടിയുടെ കാര്യത്തിലോട്ട് വരാൻ നേരത്ത് റൈഡിങ് കംഫർട്ട് പഴയ എക്സ്പൾസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര മാറ്റമാണ്. ഭയങ്കര എന്താ പറയണ്ടേ, ഒത്തിരി അങ്ങോട്ടൊന്നും പറയാനില്ല, ഭയങ്കര രസമാണ് ഓടിക്കാനൊക്കെ. ഈ ഒരു പൊസിഷൻ തന്നെ വെച്ച് നോക്കുമ്പം ഭയങ്കര ഹാൻഡിൽ ചെയ്യാനും നമുക്ക് ഗ്രിപ്പാണെങ്കിലും എല്ലാം ഭയങ്കര അടിപൊളിയാണ്. സീറ്റ് ഗ്രിപ്പൊക്കെ. ഈ കളർ സ്കീം സത്യം പറയാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമാണ് കാണാൻ. അത് ഞാൻ ടോട്ടലി പുറത്തുനിന്ന് കാണിച്ചു തരാം. ഈ കളർ സ്കീം നല്ല ഭംഗിയാണ്. വണ്ടിക്ക് ഭയങ്കര റോഡ് പ്രസൻസ് ആണ് ഈ കളർ കാരണം തന്നെ. പക്ഷേ ഇതിനെ ഒരു നെഗറ്റീവ് ഉള്ള എന്താണെന്ന് വെച്ചാൽ ഇവന്മാർ ആകെ 2 കളർ സ്കീം ഇറക്കിയിട്ടുള്ളൂ. അപ്പം എവിടെ നോക്കിയാലും ഈ കളർ തന്നെയാണ്. അപ്പം അതൊരു പ്രശ്നമായിരിക്കും. ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഗിയർ മീൻസ് പഴയ വണ്ടീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 6 ഗിയർ കിട്ടുന്നുണ്ട്. അപ്പം ഗിയർ ബോക്സൊക്കെ നല്ല സ്മൂത്താണ്. പക്ഷേ എങ്കിലൊരു ഷോർട്ടർ ഗിയർ റേഷ്യോ ആണ്. അപ്പോൾ 3rd ഗിയർ വരെ ഭയങ്കര ഷോർട്ടാണ്. പിന്നെ 4th 5th നമുക്കൊന്ന് അറ്റ്മോസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ക്രൂസ് ചെയ്ത് പോകാനൊക്കെ പറ്റുന്നത്. പിന്നെ പില്ലിയൻ്റെ കംഫർട്ടാണേലും എൻ്റെ കൂടെ വരുന്ന പില്ലിയാണ് അത്യാവശ്യം കംഫർട്ടബിളാണ്, കുഴപ്പമൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ബാക്കി ചിലർ കംഫർട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയില്ല, നമ്മളങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. പിന്നെ ഈ സൈലൻസറിൻ്റെ പ്ലേസിങ് ഇതൊക്കെ ആക്ച്വലി പഴയ ഫസ്റ്റ് നമ്മുടെ ഇമ്പൾസിൻ്റെയൊക്കെ സ്റ്റൈലിലാണ് ഈ ചെയ്തിരിക്കണത്. ഈ പാർട്ടാണെങ്കിലും സൈലൻസർ സത്യം പറഞ്ഞാൽ നമ്മൾ വെള്ളമുള്ള മീൻസ് അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ള സ്ഥലത്തൂടെയൊക്കെ പോകുമ്പോൾ വെള്ളം കയറാതിരിക്കാൻ അങ്ങനെ ഒരു രീതിയിൽ ഡിസൈനാണ്. ബോക്സാണ്, ഇതിൻ്റെ അകത്താണ് പേപ്പറും നമ്മുടെ മെഡിക്കൽ കിറ്റൊക്കെ വരുന്നത്. മെഡിക്കൽ കിറ്റൊക്കെ അതിൻ്റെ അകത്ത് അവരായിട്ട് തരുന്നുണ്ട് നമുക്ക്. പിന്നെ വണ്ടിയിലോട്ട് വരാൻ നേരത്ത് ഇവിടെ നമുക്കൊരു USB പോർട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? USB പോർട്ടുണ്ട്, കണ്ടോ? USB അത് നല്ല കാര്യമാണ്. ഞാൻ ആക്ച്വലി ചാർജ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇതുണ്ടോ, നമുക്ക് എന്നിട്ട് കിട്ടാൻ ഭയങ്കര പാടാണ്. ഇപ്പം നഖമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ സത്യത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ താക്കോല് വെച്ചിട്ട് എൻ്റെ ട്രിക്കാണ്. ഇങ്ങനെ പൊക്കി കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് ഈ വയറൊക്കെ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്കത് കിട്ടാൻ പാടാണ്. ഇത് ടൈപ്പ് A ആണ് കിട്ടുന്നത്. അപ്പം മിക്കവാറും ഇപ്പോഴത്തെ ചാർജർ ടൈപ്പ് C ആയിരിക്കും, മീൻസ് ടൈപ്പ് C to ടൈപ്പ് C ആയിരിക്കും മിക്കവാറും ചാർജർ. അപ്പോൾ അതിന് നമ്മൾ വേറൊരു അഡാപ്റ്റർ സെപ്പറേറ്റ് മേടിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. ഇന്ന് വരാൻ നേരത്ത് ഈ ക്യാരിയർ എനിക്ക് അത്യാവശ്യം ലഗേജൊക്കെ വെച്ചുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. എനിക്ക് ചെറിയ ബാഗും കാര്യങ്ങളും വർക്കിനൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ ഹോസ്റ്റലിലോട്ടാണ് പോകണം. അപ്പോൾ അവിടുത്തെ ബാഗും കാര്യങ്ങളും വെക്കാനുള്ള ആ ഒരു സ്പേസൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. പറയാനുള്ളതെന്ന് വെച്ചാൽ പഴയത് വെച്ച് കമ്പയർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സൈലൻസിൻ്റെ സൗണ്ടാണ്. അത് ഞാൻ കാണിച്ചു തരാം, കേൾപ്പിച്ചു തരാം. എന്തോരം ക്ലിയർ ആയിട്ട് കേൾക്കുമെന്ന് അറിയില്ല, ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ സൗണ്ട് നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു ഫീലാണ് തരുന്നത് ആ ഒരു സൗണ്ട്. അതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിരുന്നു ഈ വണ്ടിയിൽ. ഷൂട്ടൻ ഇറങ്ങിയപ്പോൾ 2 വേരിയൻ്റ് ഉണ്ട്, ബേസ് മോഡലും ടോപ്പ് വേരിയൻറ്റും. ഈ പ്രോ വേരിയൻ്റ് ആണ്, മീൻസ് ബേസും പ്രോയും ഉണ്ടായിരുന്നു. എനിക്ക് ഇത് പ്രോ വേരിയൻ്റ് ആണ്. ആക്ച്വലി എനിക്ക് തോന്നുന്ന ആൾക്കാരും കൂടുതൽ ഇതേ എടുക്കുള്ളൂ, കാരണം ബേസും പ്രോയും തമ്മിൽ പ്രൈസ് ഡിഫറൻസ് ഒരു 10 to 20 സംതിങ് ആണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതിൻ്റെ ഡിഫറൻസിൽ നമുക്ക് ഇതിലിപ്പോൾ ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. ബേസിൽ ഡ്യുവൽ ചാനൽ ABS നമുക്ക് കിട്ടുന്നില്ല, ഫ്രണ്ട് മാത്രമേ കിട്ടുന്നുള്ളൂ.
നക്കിൾ ഗാർഡ് കിട്ടുന്നില്ല, വൈസർ കിട്ടുന്നില്ല, കളർ കോമ്പിനേഷൻ ഇല്ല, ബാക്കിൽ ക്യാരിയർ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെയാണ് മോഡൽ വരുന്നത്. അപ്പോൾ വണ്ടി കംപ്ലീറ്റ് സ്റ്റോക്കാണ്. ഞാൻ വേറെ അഡീഷണലായിട്ടൊന്നും കയറ്റിയിട്ടില്ല. ചെയ്യണം, ഭാവിയിൽ ചെയ്യണം, ക്രാഷ് ഗാർഡ് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ സ്റ്റോക്കിലെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ട് കണ്ടോ, ഈ ഗാർഡ് നമ്മളിപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ള സ്ഥലത്തൂടെ പോവുകയാണെങ്കിൽ ഇവിടുന്ന് വെള്ളം ടയറിൽ കയറിയിട്ട് അതടിച്ച് ഈ ഫെൻഡറിൽ വരും. ഇവിടുന്ന് അടിച്ച് നമ്മുടെ മുഖത്തോട്ട് കയറും. ആക്ച്വലി എനിക്കിപ്പോൾ വണ്ടി എടുത്ത സമയത്ത് എനിക്ക് ഒന്ന് എടുത്ത് പിറ്റേ ദിവസം മഴയുണ്ടായിരുന്നു. ഞാനപ്പോൾ റോഡിൽ ഇറങ്ങിയപ്പോൾ ഫുൾ വെള്ളം അടിച്ച് ഇവിടെയൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മുഖത്ത് തെറിച്ചില്ല, ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വീണില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് കാരണം മിക്കവരും ഇത് കോമൺ ആയിട്ട് എക്സ്പൾഷനൊരു പ്രശ്നമാണ്. അപ്പോൾ ആൾക്കാർ ഇവിടെ എക്സ്റ്റൻഡർ കയറ്റും. അപ്പോൾ അത് കാരണം അങ്ങനെ പ്രശ്നം കുറയും. പക്ഷെ എനിക്കെന്തോ അത് കയറ്റിക്കഴിഞ്ഞാൽ വണ്ടിയുടെ ലുക്കോ എന്നുള്ളൊരിത്. പക്ഷെ എന്തായാലും മഴക്കാലം ആകുമ്പോഴേക്കും അത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ചില്ലെങ്കിൽ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല കംഫർട്ടബിളായിട്ട്. പിന്നൊരു വേറെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഹീറ്റിങ് തന്നെയാണ്. അത് ഭയങ്കര ഹീറ്റിങ്ങാണ്. ഇപ്പം നമ്മൾ ഷോർട്സൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നതെങ്കിൽ ഇവിടെ റേഡിയേറ്റർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം ഹീറ്റ്, റേഡിയേറ്ററിൽ നിന്ന് മാത്രമല്ല എഞ്ചിനിൽ നിന്നൊക്കെ ഹീറ്റ് നമുക്ക് അത്യാവശ്യം അടിച്ച് കയറും. നല്ല ഹീറ്റിംഗ് ഉണ്ട് വണ്ടിക്ക്. അപ്പം ജീൻസൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു പരിധി നല്ല ജീൻസൊക്കെ ഇടുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അറിയില്ല. പക്ഷേ ഒരു ട്രൗസറൊക്കെ ഇട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ വണ്ടിക്ക് ഹീറ്റിംഗ് ഉണ്ട്. ഇപ്പോൾ ഇത്രയും കിലോമീറ്റർ ആയിട്ടും എനിക്ക് ആ ഹീറ്റിംഗ് ഇഷ്യൂ കുറവായിട്ട് തോന്നുന്നില്ല. സർവീസ് സെൻറ്ററിൽ പറയണം, പക്ഷേ കാര്യമായിട്ടുണ്ടോയെന്ന് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും റിവ്യൂ വീഡിയോസൊക്കെ കണ്ട് അതിൽ മിക്കവരും പറയുന്നൊരു കോമൺ ഇഷ്യൂ ആണ് ഹീറ്റിങ്. പിന്നെ എൻജിൻ സൗണ്ട് വരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് എൻജിൻ സൗണ്ട് വരുന്നുണ്ട്. അപ്പം എല്ലാം കാണിക്കണം, സെക്കൻഡ് സർവീസിൽ കാണിക്കണം. പഴയ എക്സ്പൾസ് കമ്പയർ ചെയ്യുന്ന നേരത്ത് വണ്ടിക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 6 സ്പീഡ് ഗിയർ ബോക്സ്, പിന്നെ സൈഡ് സ്റ്റാൻഡ് സെൻസർ വരുന്നുണ്ട്, പിന്നെ ഈ കൺസോള്, പിന്നെ ഞാൻ പറയാൻ പറഞ്ഞിട്ട് ബേസ് വേരിയൻ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല. ആ ബേസ് വേരിയൻറ്റിൽ ഈ കൺസോൾ വരുന്നില്ല. അതിലൊരു വേറൊരു ടൈപ്പ് ഡിജിറ്റലായിട്ടുള്ള സാധനമാണ് വരുന്നത്. അപ്പോൾ എങ്ങനെ വലിയ ആൾക്കാർ ഇത്രയും ഡിഫറൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ബേസ്, അത് ഞാൻ പറഞ്ഞ പോലെ ഈ നക്കിൾ ഗാർഡ് വരുന്നില്ല, ഈ വൈസർ വരുന്നില്ല, ഈ പെയിൻ സ്കീം കിട്ടത്തില്ല, പിന്നെ ഡ്യുവൽ ചാനൽ ABS കിട്ടത്തില്ല, പിന്നെ ഈ ക്ലസ്റ്റർ കിട്ടത്തില്ല. അപ്പം ബേസിൽ അപ്പോൾ ആൾക്കാർ എന്തായാലും ഒരു 10-20 രൂപയും കൂടെ കൂടുതലിട്ടാൽ ഈ വണ്ടി എടുക്കാൻ കിട്ടുന്നതുകൊണ്ട് അതേ എടുക്കത്തുള്ളൂ. എൻ്റെ ഒരു ഒപ്പീനിയൻ അതാണ്, ഞാൻ കണ്ടേക്കുന്നത് അതാണ്. ഞാൻ ബേസ് അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ബേസ് ആകെ കണ്ടിരിക്കുന്നത് സർവീസ് സെൻറ്ററിലൊക്കെയാണ്. സർവീസ് സെൻറ്ററിലൊരു വൈറ്റ് കോമ്പിനേഷൻ ഉണ്ട്. ആക്ച്വലി എനിക്ക് ആ കളർ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതും ആ വണ്ടി തന്നെയാണ്. അപ്പം പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ആൾക്കാരങ്ങനെയുള്ള ഫീച്ചേഴ്സ് കൂടുതൽ എടുക്കത്തുള്ളൂ. എൻ്റെ വണ്ടീനെ പറ്റി ഇതുവരെയുള്ള എൻ്റെ ഒരു അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ വണ്ടി എങ്ങനെ ആയിരിക്കുമെന്നൊക്കെ അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. എനിക്കെന്തായാലും വണ്ടി ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ പൈസയ്ക്ക് വർത്താണ് വണ്ടി. എനിക്കിഷ്ടമാണ് വണ്ടി, എനിക്കിഷ്ടപ്പെട്ടു വണ്ടി. ഞാൻ കൊടുത്ത പൈസ മുതലായിട്ടുണ്ട്. ഇപ്പോൾ എക്സോ സൗണ്ട് ഒന്നുകൂടെ കേൾപ്പിക്കാം. ഓക്കേ, അപ്പോൾ ശരി, ബൈ.